പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കുപകരങ്ങളോടെ അൽത്താരയിൽ ജീവിക്കുന്നവനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് നമ്മുടെ വേദനകളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ, നമ്മുടെ ജീവിതവും കുടുംബവും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അസ്വസ്ഥതകളെ എല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനായ ഈശോയെ ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തിയോ നിങ്ങളുടെ അവസ്ഥകൾ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം കരുണാമയനാണ്. ദൈവത്തിൻ്റെ കരുണയാണ് പുത്രനായ ഈശോ അർഹിക്കാത്ത സ്നേഹം. അർഹിക്കുന്നത് നൽകുന്നത് സ്നേഹമാണെങ്കിൽ അർഹിക്കാത്തത് നൽകുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. നാം പാപികളായിരിക്കെ റോമാ 5:8 നാം വായിക്കുന്നുണ്ട്. നാം പാപികളായിരിക്കെ, നമ്മൾ യോഗ്യരല്ല, ബലവാന്മാരല്ല, കഴിവുള്ളവരല്ല, നന്മയുള്ളവരല്ല, വിശുദ്ധി ഒന്നുമല്ല. നാം പാപികളായിരിക്കെ ദൈവം നമ്മെ സ്നേഹിച്ചു, പുത്രനെ നൽകി. അവനിലൂടെ ദൈവം നമ്മോട് കരുണ കാണിച്ചു. നമ്മുടെ അയോഗ്യതകൾക്കും മീതെ ദൈവം തൻ്റെ കാരുണ്യം ഓരോ നിമിഷവും ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ആ കാരുണ്യത്തിൽ നമ്മെ പങ്കുകാരാക്കിയത് കൊണ്ടാണല്ലോ ഈ മധ്യാഹ്നത്തിൽ, ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവിൻ്റെ കാരുണ്യത്തിന് ചുറ്റും നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. നിൻ്റെ കരുണയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരുന്നത്, ശക്തി തരുന്നത്. നിൻ്റെ സ്നേഹമാണ് ഞങ്ങൾ ഓരോ നിമിഷവും കൈപിടിച്ച് നടത്തുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 15 മുതലുള്ള വചനങ്ങൾ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. വചനം പറയാണ്, അവനൊരിക്കലും പാപം ചെയ്തിട്ടില്ല, പക്ഷേ എന്നെയും നിങ്ങളെയും പോലെ എല്ലാ പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയവനാണ് മനുഷ്യനായി ഈ ലോകത്ത് ജീവിച്ച നാളുകളിൽ. ഒത്തിരി സഹനങ്ങൾ ഈശോയ്ക്കുണ്ടായി. ശാരീരിക സഹനങ്ങൾ, മാനസിക സഹനങ്ങൾ, ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ, തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ, ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അടിച്ച് തകർക്കപ്പെട്ട അനുഭവങ്ങൾ, അങ്ങനെ വല്ലാതെ മനസ്സും ശരീരമൊക്കെ മുറിയുന്ന തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ എല്ലാം ഈശോ കടന്നുപോയതാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ അവന് പറ്റും. നമ്മൾ വേദനിക്കുമ്പോൾ നമ്മുടെ വേദനകളെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങളെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തിരസ്കൃതരാണ് എന്ന് പറയും, അത് മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റും. ആർക്കും വേണ്ടാത്തവനായി കൂടെ നിന്നവർ പോലും സ്നേഹത്തിൻ്റെ ചുംബനം നൽകി വഞ്ചിച്ചുവെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. കാരണം പാപമൊഴികെ മറ്റെല്ലാറ്റിലും അവൻ നമ്മെപ്പോലെ സമനായിരുന്നു. എന്നിട്ട് വചനം കൂട്ടിച്ചേർക്കുകയാണ്, അതിനാൽ, അതുകൊണ്ട് വേണ്ട സമയത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ ഈ സിംഹാസനത്തെ സമീപിക്കാം എന്നാ വചനം പറയുന്നത്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ ഈ സിംഹാസനത്തെ സമീപിക്കാം. നിശ്ചയമായും വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും ഒക്കെ കൂടെ തന്നെയാണ് ഈ കൃപാവരത്തിൻ്റെ, കരുണയുടെ സിംഹാസനത്തിൻ്റെ ചാരെ നമ്മളായിരിക്കുന്നത്. ദൈവമേ, ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ.
ഈ കുടുംബങ്ങളോട് നീ കരുണ കാണിക്കണമേ. ഇവിടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ ഭാരം നീ കുരിശിൽ വഹിച്ചു മാറ്റിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ ചെറുതും വലുതുമായ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആകുലതകളുടെയും നിരാശകളുടെയും ഒക്കെ ഭാരം ഇത് ഞങ്ങളെ ഭാരപ്പെടുത്തുന്നുണ്ട്. പാപത്തിൻ്റെ ഭാരമാണ് ഏറ്റവും വലിയ ഭാരമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും ഞങ്ങളുടേതായ ചില സ്വകാര്യ ദുഃഖങ്ങളുടെ, ഒറ്റപ്പെടലിൻ്റെ, മനസ്സിന് മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളുടെ, തെറ്റിദ്ധാരണകളുടെ ഒക്കെ അനുഭവങ്ങളും ഞങ്ങളെ വല്ലാതെ മുറിപ്പെടുത്തുന്നുണ്ട്, ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നുണ്ട്. കർത്താവേ, ഈ അനുഭവത്തിലും ഈ സങ്കടങ്ങളിലും കർത്താവേ, നിന്റെ കാരുണ്യം നീ ഞങ്ങളുടെ മേൽ പൊതിഞ്ഞു പിടിക്കാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി മക്കള് ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ഈ ആരാധനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോയെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ പോകുന്ന മക്കളുണ്ട്. പ്രാർത്ഥിച്ച് മടുത്ത ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ഞങ്ങൾ എന്തിനി പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുന്ന രീതിയിൽ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ, എൻ്റെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോയല്ലോ, എനിക്കൊട്ടും താല്പര്യമില്ലാത്ത ഇടങ്ങളിലാണല്ലോ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്വപ്നം കാണാത്ത വ്യക്തികളുമായിട്ടാണല്ലോ ഞാൻ എൻ്റെ ജീവിതം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്, മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ നിരന്തരം അലയടിക്കുന്നുണ്ടല്ലോ. ദൈവമേ, അങ്ങനെ നിരവധിയായ സ്വകാര്യ ജീവിതത്തിൻ്റെ സങ്കീർണമായ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ദുഃഖങ്ങളുടെയും നിരാശകളുടെയും ആകുലതകളുടെയും ഭയത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കടക്കിണിയുടെ നടുവിലായിരിക്കുന്നവർ, ദൈവം മുന്നോട്ട് പോകാൻ പോലും അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത മക്കള്. ഈശോയെ, നിന്റെ വചനം ഇവിടെ ഹൃദയങ്ങളിൽ മാംസം ധരിക്കട്ടെ. തക്ക സമയത്ത്, വേണ്ട സമയത്ത് കർത്താവിൻ്റെ കരുണയുടെയും കൃപാവരത്തിൻ്റെയും സിംഹാസനത്തെ പ്രത്യാശയോടെ സമീപിക്കാമെന്നാണ് വചനം പറയുന്നത്. പ്രത്യാശയോടെ. അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ട അനുഭവങ്ങളിലൊക്കെ പ്രതീക്ഷ നിറയട്ടെ. കാരണം എന്താ? കൃപാവരത്തിൻ്റെയും കരുണയുടെയും സിംഹാസനത്തിൻ്റെ ചാരയാണ് നമ്മൾ, സമീപത്താണ് നമ്മൾ. എൻ്റെ കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കേ. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കേ. കർത്താവേ, മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം, ഒരു ബലം, ഒരു ശക്തി എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കേ. കരങ്ങൾ രണ്ട് ദൈവസ്ഥനിലേക്ക് ഉയർത്തിപ്പിടിക്കാം. കർത്താവിൻ്റെ കരുണയുടെയും കൃപാവരത്തിൻ്റെയും സമീപത്തായിരിക്കുന്ന നിമിഷമാണ്. ദൈവമേ, ഈ അൾത്താരയിൽ നിന്നും കൃപയൊഴുകട്ടെ, ഈ അൾത്താരയിൽ നിന്നും ശക്തി വ്യാപരിക്കട്ടെ, ഈ അൾത്താരയിൽ നിന്നും കർത്താവിൻ്റെ സൗഖ്യം ഒഴുകട്ടെ, ഈ അൾത്താരയിൽ നിന്ന് കർത്താവേ, നിന്റെ വറ്റാത്ത സ്നേഹവും കൃപയും ഈ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ചങ്കുപടയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവര്, ഹൃദയം പൊട്ടുന്ന വേദനയുടെ നടുവിലായിരിക്കുന്നവര്, ദൈവമേ, കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, പ്രതീക്ഷ അസ്തമിച്ചു പോയവര്, സഹായിക്കണമേ കർത്താവെ. തൊടണമേ, മനസ്സിനെ ബലപ്പെടുത്തണമേ, ജീവിതത്തെ ബലപ്പെടുത്തണമേ, മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. കർത്താവേ, നിന്റെ കാരുണ്യം ചൊരിയണമേ. ഈശോയെ, ഓരോ മകനെയും മകളെയും നീ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. സങ്കടങ്ങളുടെ ആഴിക്കടലിൽ നിന്നും കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. നിരാശയിലേക്ക് വീണുപോയ മക്കളെ പ്രതീക്ഷാഭരിതമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തണമേ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, ആരാധന, ഈശോയെ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന. എനിക്കേകിടും ദയാനിധി, കരങ്ങൾ കൂപ്പി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. ഇന്നും
കരങ്ങളോടെ നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ വേദനിപ്പിച്ചവർ, നമ്മളെ മുറിപ്പെടുത്തിയവരെ തമ്പുരാനെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങളുടെ കാരണക്കാരായവരെ തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച് അവരെ കൂടി തമ്പുരാനെ നിൻ്റെ കരുണയാൽ നീ കഴുകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞാനങ്ങി ശരണപ്പെടുന്നു, ഈശോയെ ഞാനങ്ങി ശരണപ്പെടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ എന്നുമെന്നും